ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഡ്രോയിങ്സ് ഒന്ന് കാണിച്ചു തരാൻ കരുതിയിട്ടോ. അധികമൊന്നുമില്ല, ആകെ കുറച്ച് ഡ്രോയിങ്സാണ് എൻ്റെ കയ്യിലുള്ളൂ. ഈ 3 ഡ്രോയിങ് ബുക്സിലാണ് ഞാൻ കുറച്ചൊക്കെ വരച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ വരയ്ക്കണതാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ 3 പെയിൻറ്റിങ്സാണ്. ഇത് നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വരയ്ക്കണതിൻ്റെ വീഡിയോസ്. അപ്പോൾ അങ്ങനെ ആ 3 പെയിൻറ്റിങ്സാണുള്ളത്. പിന്നെ ഞാൻ ഡയറിയിലൊക്കെ ചെറുതായിട്ട് വരയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വരച്ചതാണിത്. കുറേ എണ്ണം വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിലില്ല. അടുത്തത് എൻ്റെ നോട്ട് ബുക്കിൽ വരച്ച ചിത്രങ്ങളാട്ടോ. ഇത് പേജ് കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചതാണ്. ആകെ 2-3 ഡ്രോയിങ്സാണ് ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റണ, എനിക്ക് പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റണ കുറച്ച് ഡ്രോയിങ്സ് നോക്കി നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ 2 വരച്ചു കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, കുട്ടീനെയും ലൈറ്റും അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് കുറേ എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നോട്ട് ബുക്കിൽ ചെയ്യും, പിന്നെയാണ് ഞാൻ A4 ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കണതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചാനലിൽ ഇടണമായിരിക്കും, കുറേ പേർക്ക് യൂസ്ഫുള്ളായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഡ്രോയിങ് ബുക്കാണ്. ഇത് ഞാൻ 7ൽ പഠിക്കുമ്പോഴുള്ള ഡ്രോയിങ് ബുക്കാട്ടോ. ഇങ്ങനെ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ടെന്ന് എനിക്കൊരു ഓർമ്മയില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെയിലായിരുന്നു ഈ ബുക്ക് ഉണ്ടായിരുന്നത്. ഞാൻ +2 പഠിക്കുമ്പോഴാണ് അവൾ എനിക്കിത് കൊണ്ടുവന്ന് തന്നത്. അപ്പോഴാണ് എനിക്ക് ഈ ബുക്കിൻ്റെ ഒരു ഓർമ്മ. അവൾക്കും ഈ ബുക്ക് ഒരു ഓർമ്മയുണ്ടാകുന്നില്ല അവളുടെ കയ്യിലുണ്ടായിരുന്നു എന്ന്. അവൾ ബുക്കൊക്കെ എടുത്ത് വെക്കുമ്പോൾ കിട്ടിയതാട്ടോ ഈ ബുക്ക്. അപ്പോൾ ഇതിൽ ആദ്യം വരച്ചത് ഇങ്ങനെ ഒരു ഡ്രോയിങ് ആണ്. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി വരച്ചതാട്ടോ. അതേപോലെ അടുത്ത ഡ്രോയിങ്ങും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് വരച്ചതാണ്. ഇതൊക്കെ ഞാൻ എപ്സറ പെൻസിൽ കൊണ്ടാട്ടോ ഞാൻ വരച്ചത്. ആരും വരയ്ക്കാനുള്ള സാധനങ്ങളില്ല പറഞ്ഞിട്ട് വരയ്ക്കാതിരിക്കരുത്. പിന്നെ ഈ ചിത്രം ഞാൻ എൻ്റെ ചേച്ചിയുടെയിൽ നോക്കിയിട്ട് വരച്ചതാട്ടോ. ചേച്ചി നന്നായിട്ട് വരയ്ക്കും, അപ്പോൾ ചേച്ചിയുടെ ഡ്രോയിങ് ബുക്കിൽ നോക്കിയിട്ട് വരച്ചതാട്ടോ ഞാൻ. പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ചേച്ചിയും പാടെ സിഗ്നേച്ചർ ഇട്ട് കളിക്കുക കേട്ടോ. അങ്ങനെ കുറേ സിഗ്നേച്ചർ നോക്കിയിട്ട് ഏതാ നല്ലതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഇട്ട് കളിക്കും. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വരച്ചൊരു ഡ്രോയിങ് ആട്ടോ ഇത്. വെറുതെ സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വരച്ചതാണ്. അതേപോലെ തന്നെയാണ് ഇതും ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വരച്ചതാട്ടോ. പിന്നെ ഇത് ചേച്ചിയുടെ ബുക്കിലുണ്ടായിരുന്നതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ വരച്ചതാട്ടോ. പിന്നെ ഉള്ളത് കൃഷ്ണനാട്ടോ. എനിക്ക് കൃഷ്ണനെ വരയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പം തന്നെ ഞാൻ 2-3 കൃഷ്ണനെ വരച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിത്രം ഞാൻ നോക്കി വരച്ചതാട്ടോ, ഒരു ബുക്കിൽ നോക്കി വരച്ചതാണ്. ഇതിൽ കളർ ചെയ്തത് എൻ്റെ അനിയത്തി കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ നിന്ന് കോപ്പി അടിച്ചതാണ്. പിന്നെ ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് വായിക്കാൻ ബുക്കൊക്കെ തരും. അപ്പോൾ ഞാൻ വായിക്കൊന്നുമില്ല, ഞാൻ അതിലുള്ള ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ അങ്ങനെ വരച്ചതാണ്. കളർ ചെയ്തത് എൻ്റെ അനിയത്തി കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി ടേബിളിൽ ഇങ്ങനെ കോഡ്സൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വരച്ചിട്ട്, അപ്പോൾ ആ ഫ്രെയിമിൽ കണ്ടിഷ്ടപ്പെട്ടിട്ട് ഞാൻ വരച്ചതാട്ടോ. ഇതിൽ ഒട്ടുമിക്ക ചിത്രങ്ങളും ഞാൻ ചേച്ചിയുടെ നിന്ന് നോക്കിയിട്ട് വരയ്ക്കുക കേട്ടോ ചെയ്യാറ്. ഇതൊക്കെ ഞാൻ ചേച്ചിയുടെ നോക്കിയിട്ട് വരയ്ക്കുകയാണ് ചെയ്യാറ്. ചേച്ചി ഇങ്ങനെ ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് എപ്പോഴും ചിത്രം വരയ്ക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരയ്ക്കലാണ് എൻ്റെ പണി. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ വരച്ചതാണ്. ചേച്ചിയുടെ ബുക്കിലൊക്കെ ഞാൻ നോക്കി വരയ്ക്കണതാട്ടോ ഇതൊക്കെ. പിന്നെ ചേച്ചിക്ക് എങ്ങനെ വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. ആ ചിത്രങ്ങളാട്ടോ ഈ 2. പിന്നെ ചെറിയൊരു സാൻഡേനെ വരച്ചു. പിന്നെ ന്യൂ ഇയറൊക്കെ ആയിട്ട് ഒരു ന്യൂ ഇയറിന് പറ്റിയൊരു ചെറിയൊരു ഡ്രോയിങ് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ട് വരയ്ക്കാൻ നോക്കിയതാണ്, പക്ഷെ പാളിപ്പോയി. പിന്നെ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് വരച്ചതാട്ടോ. അതേപോലെ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് വരയ്ക്കണതാണ്. യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു ചിത്രമെങ്കിലും വരയ്ക്കും കേട്ടോ ഡ്രോയിങ് ബുക്കിൽ. അപ്പോൾ അങ്ങനെ വരയ്ക്കണതാണ് ഇതൊക്കെ. ഇതും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് വരയ്ക്കണതാണ്. ഈ ബുക്കിൽ കാര്യമായിട്ട് യൂട്യൂബിൽ നോക്കി വരയ്ക്കണതും അതേപോലെ ചേച്ചിയുടെ നിന്ന് നോക്കി വരയ്ക്കണത് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ജസ്റ്റ് ഞാൻ വരച്ചു നോക്കിയതാണ് കേട്ടോ. അത് എവിടെയും കണ്ടിട്ടൊന്നുമല്ല, ജസ്റ്റ് മനസ്സിൽ വന്ന ചിത്രം വരച്ചാണ്. പിന്നെ ഈ ജോക്കറിനെ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ 2-3 ചെക്കന്മാർ ഇങ്ങനെ ഇക്കും വരച്ചു തരും എന്നൊക്കെ ചോദിക്കും.
അപ്പോൾ അതങ്ങനെയുള്ളൂ. ഇത് ജസ്റ്റ് കീറിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് എനിക്ക് പിന്നെയും ഇഷ്ടമായത്. ഞാൻ മുന്നൊരു ബോയിനെ വരച്ചത് കാണിച്ചു, അതിനേക്കാളും ഇഷ്ടമായത് എനിക്ക് ഇതാട്ടോ. ഈ ബുക്കിൽ ഞാൻ ഇത്രയൊക്കെ തന്നെ കേട്ടോ വരച്ചിട്ടുള്ളത്. ഈ ബുക്ക് കുറച്ച് സ്പെഷ്യലാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് വരച്ചിട്ടുള്ളത് ഈ ബുക്കിലാട്ടോ. അപ്പോൾ ഇതിലാദ്യം തന്നെ ഞാൻ വരച്ചിട്ടുള്ളത് ഇതാണ്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വരച്ചത്. ഇതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അടുത്ത ചിത്രം ഞാൻ മുഴുവനാക്കിയിട്ടില്ല. ഇത് ഞാൻ മുന്നേ വരച്ചൊരു ചിത്രമാണ്, പക്ഷെ അത് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി വരയ്ക്കാൻ കരുതി കേട്ടോ, പക്ഷെ അത് ഫുള്ളായിട്ടില്ല. പിന്നെ ഞാനിത് ജസ്റ്റ് ട്രൈ ചെയ്തതാണ്, പക്ഷെ ഇത്രയും നന്നാവുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ പേര് വിളിച്ചിട്ട് ഇത് നീ തന്നെയാണോ വരച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും ഇത് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ അടുത്ത ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റിൽ കൃഷ്ണയാണ്. ഇത് ഞാൻ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. എനിക്കിങ്ങനെ കൃഷ്ണനെ വരയ്ക്കാൻ നല്ല ഇഷ്ടമാണ് പറഞ്ഞല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ് ഹൈലൈറ്റർ വെച്ചിട്ട്. പിന്നെ ഇത് എൻ്റെ ബുക്കിൻ്റെ കവറിൻ്റെ ഒരു പിക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയതാണ്. മുന്നേ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എൻ്റെ ഒന്ന് പോയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വരച്ചു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് വരയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, ഫുള്ളായിട്ടില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ടോമി എന്നാട്ട പേര്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാണ്. അടുത്തതൊരു പെയിൻറ്റിങ് ആട്ടോ. ഈ സീന് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് സിനിമയെ ഓർമ്മ വരണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. ഈ മൂവിക്ക് നല്ല ഇഷ്ടമാട്ടോ, എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. ഞാൻ എത്ര വട്ടം വേണമെങ്കിലും ഈ മൂവി കാണും. അപ്പോൾ എല്ലാവർക്കും ഈ മൂവി ഏതാ മനസ്സിലായണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ വരച്ചിട്ടുള്ളത് സായി പല്ലവീനെയാണ്. പെട്ടെന്ന് വരച്ചതാട്ടോ. പിറ്റേ ദിവസം ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് രാത്രി വരച്ചതാട്ടോ. പിന്നെ അടുത്ത ബുക്കിൽ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഡ്രോയിങ്സൊക്കെ ചെയ്യണത് ഇതിലാട്ടോ. ഇതിൽ ആദ്യം തന്നെ വരച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ചേച്ചിയുടെ ചിത്രങ്ങളൊക്കെ നോക്കി വരയ്ക്കാറുണ്ടെന്ന്. ആ ചേച്ചീനെ കേട്ടോ ഞാൻ വരച്ചത്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ വല്യമ്മേനെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് ആ പിക്ക് പോയതുകൊണ്ട് എനിക്കത് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത ചിത്രം എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. എൻ്റെ ഫേവറേറ്റ് നടനും കൂടിയാണ് രാം ചരൺ. ഈ ചിത്രം ഞാൻ നല്ലോണം ടൈം എടുത്ത് വരച്ചതാട്ടോ. 2-3 ദിവസം കൊണ്ട് വരച്ചെടുത്താട്ടോ ഇത്. അതേപോലെ അടുത്ത ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതും ഞാൻ കുറച്ച് ടൈം എടുത്ത് വരച്ചതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിൻറ്റിങ് ആണ്, ഒരു സ്നേക്ക് പെയിൻറ്റിങ്. ഇതെന്ന് പറഞ്ഞാൽ അച്ഛനക്ക് പെയിൻറ്റ് ബ്രഷ് മേടിച്ചു തന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കണ്ടേ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊരു റെഫറൻസ് പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് വരച്ചതാട്ടോ ഇത്. പിന്നെ അടുത്ത ഡ്രോയിങ് ഞാൻ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ വരയ്ക്കേണ്ടത് എന്ന് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നെയിം പെയിൻറ്റിങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വരയ്ക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ സർവമായ സിനിമ കണ്ടതിന് പിറ്റേ ദിവസം വരയ്ക്കാൻ ശ്രമിച്ചതാട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബുക്കിലുള്ള ഡ്രോയിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.